ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ബാക്കിയുള്ളവരൊക്കെ ഞാനിനി അവരുടെ അടുത്തേക്ക് ചെന്ന് ആനയെ ചെഴുന്നള്ളിച്ച് കൊണ്ടുവരണമായിരിക്കും. എത്തിയല്ലോ. ബാക്കിയെല്ലാം നന്നായിട്ടുണ്ട്. ഒരഴകിയ രാവണം വന്നിരിക്കുന്നു. ഈ മിമിക്രി ഒന്നും തന്നെ കൊണ്ട് കൂട്ടിയാ കൂടില്ല. താൻ പോയി കാറ് കഴുകടോ ഡ്രൈവർ പയ്യ. എല്ലാം കൈവിട്ട് പോയ സ്ഥിതിക്ക് ഉള്ള കാര്യം ഞാനായിട്ട് തന്നെ അങ്ങ് പറഞ്ഞേക്കാം. ചിന്നു, എനിക്ക് തന്നോടൊരു കാര്യം പറയണമെന്നുണ്ട്. എന്ത് കാര്യം? അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇനിയും അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. താൻ വെറുതെ നിന്ന് ആമുഖ പ്രസംഗം നടത്താതെ കാര്യം എന്താന്ന് വെച്ചാ പറ. എനിക്ക് എനിക്ക് തനിക്ക് എനിക്ക് തന്നെ മഹി, നീ ഇങ്ങോട്ട് വന്നേടാ. ചെല്ല് ചെല്ല്, രമാമ്മ വിളിക്കുന്നു. ഒന്ന് നിന്നേ. താൻ ബാക്കി കൂടെ പറഞ്ഞിട്ട് പോ. തനിക്ക് അത് ഞാൻ പിന്നെ പറയാം. അതെന്താ അയാൾ അങ്ങനെ പറഞ്ഞിട്ട് പോയത്? ചില സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഇനി എന്തെങ്കിലും വലിയ അസുഖമാണോ? ബ്ലഡ് ക്യാൻസർ? അയ്യോ, എന്തെങ്കിലും ആവട്ടെ. നിന്റെ മുഴുവൻ പേരൊന്ന് പറഞ്ഞേ. എന്താടാ, നിനക്കത് ഓർമ്മയില്ലേ? മഹേഷ്. അത്രേ ഉള്ളോ? മഹേഷ് ജയരാമൻ. നിന്റെ പേരിന്റെ കൂടെയുള്ള ജയരാമന്റെയും രമാദേവിയുടെയും ഇളയ മകനാണ് നീ. ജയേട്ടന്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എന്റെ കാര്യം ഞാൻ പറയാം. ഈ രമാദേവിയുടെ മകനെന്ന് പറഞ്ഞാ അതിനൊരു വാല്യൂ ഉണ്ട്. അത് തിരിച്ചറിയാൻ നിനക്ക് ഇതേവരെ സാധിച്ചിട്ടില്ല. ആ കഴിവ് നിനക്കില്ലാത്തതില് എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവിടെ വീട്ടുജോലിക്ക് നിൽക്കുന്ന പെൺകുട്ടികളോട് ആവശ്യമില്ലാതെ നീ സംസാരിക്കുന്നതോ അവരോടിങ്ങനെ കൂട്ടുകൂടുന്നതോ എനിക്ക് തീരെ ഇഷ്ടമല്ല. നിനക്കും ആ ജോലിക്കാരി പെണ്ണിനും എന്താ ഇതിനു മാത്രം സംസാരിക്കാനുള്ളത്? നീ എന്തു പറഞ്ഞാലും അവളങ്ങനെ കേട്ടു നിൽക്കും. അതവളുടെ ഇവിടത്തെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. നിന്റെ ഈ സ്വഭാവം, നിന്റെ പ്രായം, ഇതൊക്കെ പലരും മുതലെടുക്കും. ഒരമ്മയായ എനിക്ക് നിന്നോട് ഇതൊക്കെ ഇങ്ങനെ പറയേണ്ടി വരുന്നതിൽ നല്ല വിഷമമുണ്ട്. അമ്മേ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല ചിന്നനോട് സംസാരിച്ചത്. നിന്റെ ഈ ഉദ്ദേശം എന്താണെന്നൊന്നും അല്ല എനിക്കറിയേണ്ടത്. ഞാൻ പറയുന്നത് നീ ഇനി മുന്നോട്ട് അനുസരിക്കോ ഇല്ലയോ എന്നാണ്. നിന്റെ ചേട്ടനില്ലല്ലോ ഇത്തരം സംസാരവും കളിപറച്ചിലും ഒന്നും. അവൻ അവന്റെ കാര്യങ്ങൾ നോക്കി മര്യാദക്കല്ലേ ജീവിക്കുന്നത്? അതുപോലെ തന്നെ നിനക്കും ജീവിച്ചാലെന്താ? പിന്നെ ഇത്രയും ഞാൻ നിന്നോട് ഇപ്പൊ പറഞ്ഞത് ഒരമ്മയായി എനിക്ക് സ്നേഹവും വാത്സല്യവും നിറഞ്ഞൊഴുകിയത് കൊണ്ടൊന്നുമല്ല. മഹേഷ് എന്ന് പറഞ്ഞ ചിലപ്പോ നിന്നെ ആരും അറിയണമെന്നില്ല. നീ അറിയപ്പെടുന്ന ലേബൽ രമാദേവിയുടെ മകനായതുകൊണ്ടാ. എന്റെ ചോറും കഴിച്ച് നീ എനിക്ക് തന്നെ നാണക്കേട് ഉണ്ടാക്കി വെക്കരുത്. നിനക്ക് ഫ്രണ്ട്സിന്റെ കുറവാണെങ്കിൽ നീ വല്ലോ പബ്ബിലോ
ക്ലബിലും ഒക്കെ പോയി വലിയ വലിയ ആൾക്കാരുടെ മക്കളോട് കൂട്ടുകൂട്. അവരോടൊപ്പം നീ ആഘോഷിക്കേ. അല്ലാതെ ഇവിടെ നീ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ എച്ചില് പാത്രം കഴുകുന്നോളോടല്ല നീ ഇങ്ങനെ സൗഹൃദം സ്ഥാപിക്കേണ്ടത്. ഞാനിത് ആദ്യമായും അവസാനമായിട്ട് നിന്നോട് പറയുക. ഇനി മേലിൽ നിന്നെയും അവളെയും ഇങ്ങനൊരവസ്ഥയിൽ കണ്ട കൊന്നു കളയും. നിന്നെയല്ല, അവളെ. ചേച്ചിയുടെ കാറ് തിരിച്ചു പോകണോ? ആ, സർവീസിന് കൊടുക്കണം. ആ, എല്ലാരും പോവാൻ ഇറങ്ങിയില്ലേ? ഇപ്പൊ ഒരു ആ, ആഹാ, പെട്ടെന്ന് വിളിച്ചു പറഞ്ഞതുകൊണ്ട് മോൾക്ക് ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ. ഏയ് ഇല്ലമ്മേ, നിങ്ങളോടൊപ്പം വരാന്ന് പറഞ്ഞാൽ അത് സന്തോഷമുള്ള കാര്യല്ലേ? നമ്മളെല്ലാവരും കൂടിയിട്ടുള്ള ആദ്യത്തെ യാത്ര അമ്പലത്തിലേക്ക് തന്നെ ആയിക്കോട്ടെ എന്ന് ഞാൻ കരുതി. നന്നായി. ബാക്കിയുള്ളവരൊക്കെ ഞാനിനി അവരുടെ അടുത്തേക്ക് ചെന്ന് ആനയെ ചെഴുന്നള്ളിച്ച് കൊണ്ടുവരണമായിരിക്കും. ദാ എത്തിയല്ലോ. ആ, എന്തായാലും ഇവിടുന്ന് 2 വണ്ടി വെറുതെ പോകുന്നുണ്ടല്ലോ, വന്നോട്ടേന്ന് കരുതി. അമ്മേ, ഞാനും കൂടി ഇവിടെ നിൽക്കാം. അമ്മ തനിച്ചല്ലേ ഉള്ളൂ. ഗുളികയും മരുന്നും ഒക്കെ എടുത്തു തരണ്ടേ? ഇന്ന് ഒരു ദിവസത്തേക്ക് ഞാൻ അതൊക്കെ എടുത്ത് കഴിച്ചോളാം. നീയും പോണം. ആ എങ്കിൽ പിന്നെ പോവാം. ആ, വാ വാ. വാ മോളെ. എന്തു പറ്റി? ഒന്ന് വണ്ടി നിർത്തോ? എന്തു പറ്റി? ഒന്ന് നിർത്ത് പ്ലീസ്.